ക്വിക്ക് ത്രോട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 OS വരുന്നത് ഇവിടുത്തെ സ്വിച്ചിനുമാണ്. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ CB സൈഡിൽ ക്വിക്ക് ത്രോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഇത് വലിയ വിലയൊന്നുമില്ല, 350 രൂപ ആ റേഞ്ചിനുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീട്ടിലേക്ക് കിടക്കാമല്ലേ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇതാണ് ആ പാക്ക്. ഇത് 350 രൂപയുടെ സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും 350 രൂപയുടെ സാധനമാണ്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ക്വിക്ക് ത്രോട്ട് പ്ലസ് സെൽഫിൻ്റെ സാധനം വരുന്നുണ്ട്. അതിൻ്റെ OS ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് സെൽഫിൻ്റെത് കണക്ട് ചെയ്യണം വേണ്ടത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ കേബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് സെറ്റിങ്ങിലേക്ക് പോവാം. ഗൈസ് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മേളത്തെ പീസ് നൂരി വെക്കാം. സ്ക്രൂവിന് എവിടെയെങ്കിലും സൂക്ഷിക്കണം. ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ടാഗ് ആണല്ലോ പറഞ്ഞ. ടാഗ് എടുത്ത് മാറ്റി. വാവ്, 2 സ്വിച്ച്. അത് ശരി, ഒരു സ്വിച്ച് ഇവിടെ, ഒരു സ്വിച്ച് ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ബാക്കിലത്തെയാണ് ഇളക്കാൻ. നോർമൽ സ്ക്രൂ തന്നെയാണിത്. ൂരിയിട്ടുണ്ട്, ഇത് മൂരിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളത്തെ പീസില്ലേ, വേറെ സെറ്റോടെ വലിച്ചെടുക്കുക. എനിക്കിത് ഇവിടെ വയ്ക്കുക. ഇതിലാണ് നമുക്ക് അത് വയ്ക്കാനുള്ളത്. ഓക്കെ, നമുക്കതിന് മുമ്പ് കണ്ടോ. അപ്പോൾ ഇത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതില്ലേ, ഇതിൽ കണക്ട് ചെയ്യണം. അതിനുള്ള ഹോളാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന് പകരം നമ്മൾ ഓട്ടോറിക്ഷയുടെ കേബിൾ കട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് കട്ട് ചെയ്താൽ കാരണം ഇത് ക്ലോസ്ഡ് ആയിരിക്കും. കണ്ടോ, ക്ലോസ്ഡ് ആണ്. കട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ ഇന്നർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സുഖമായിട്ട് ഇനി വരും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, സുഖമായിട്ട് വരും. ഇനി അത് വേണ്ട. അതിന് പകരം നമ്മൾ ഓട്ടോറിക്ഷയുടെ കേബിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കേബിളാണ് ഇതിലിടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ സാധനം അതിൽ കണക്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ കറക്കി വയ്ക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കേബിൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രീസ് എടുക്കുക. ഇതാ കുറച്ച് ഗ്രീസുണ്ട്. ഗ്രീസ് എടുത്തതിൻ്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്രീസ് എടുത്ത് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും സ്മൂത്താവും. കുറച്ച് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ ട്യൂബിലോട്ട് ഇത് കയറ്റി കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ കയറണമെന്നില്ല, കാരണം അതിൻ്റെ ഒരു പിശിർ ഇരുന്നിട്ട് കയറത്തില്ല.
അപ്പോൾ അതുകൊണ്ട് ഇതുവഴി കയറ്റി ഇട്ട് കൊടുത്താൽ അപ്പുറത്തെത്തി നാം തോന്നുന്നത്. ഓക്കെ, അപ്പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റായിട്ടുണ്ട്. ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, സിമ്പിളാണ്, വലിച്ചാൽ മാത്രം മതി. അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്യണം. ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗ്രീസ് അപ്ലൈ ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, ഏകദേശം അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ഇത് ഈ ത്രോട്ടിൽ ബോഡിയിൽ കണക്ട് ചെയ്യണം. ഈ ത്രോട്ടിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്വിച്ച് സെറ്റ് ഇതിൻ്റെ അകത്തൂടെ ഇറക്കുക. ഓക്കെ, ഇത് സെറ്റാണ്. സ്ക്രൂ കൊടുക്കുക, ഇവിടെ വയ്ക്കുക, ടൈറ്റ്. അപ്പോൾ ഇതിന് അടിയിലുള്ള ഈ പീസ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇത് ഗ്രീസ് നൽകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോയേഴ്സ് 2 ഇത് വഴിയുണ്ട്. ഈ സ്ക്രൂള് ഇത് തന്നെ വെച്ച് കൊടുക്കുക. ഈ ബെൻഡ് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത ഗൈസ് നമ്മൾ ഇതേപോലത്തെ ഒരു അഡ്ജസ്റ്റർ വേണം. അഡ്ജസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണമാണ്. ചൂടാവുമ്പോൾ ഇളകി വരേണ്ടതാണ്. നോക്കട്ടെ, ഇളകി വന്നിട്ടുണ്ട്. സിമ്പിൾ പരിപാടി. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഓക്കെ അല്ലേ. അപ്പോൾ അത് സ്റ്റോപ്പർ നിങ്ങൾക്ക് കണ്ടില്ലല്ലോ, കാണിച്ചു തരാം. സ്റ്റോപ്പർ നമുക്ക് കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫുൾ വലിച്ചു വെച്ചിരിക്കുകയാണേ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇതിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലെയർ ഇട്ട് ഓക്കെ. ഇതിൽ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. ഇതാ ഇവിടെ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ,
കറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് നമ്മുടെ ക്വിക്ക് ത്രോട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ഒയേഴ്സ് വരുന്നത് ഇവിടുത്തെ സ്വിച്ചിനുമാണ്. അപ്പോൾ ഇത് നമുക്ക് സെൽഫിന് കൊടുക്കാം, ഇതെന്തിനു കൊടുക്കാം ആലോചിച്ച് നോക്കട്ടെ. ഇത് ലൈറ്റിന് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ലൈറ്റ് ഓക്കെയാണ്. അപ്പം ഇത് സെൽഫ്, ഇത് ലൈറ്റ്, ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് കാണാം. ഇപ്പോൾ ഇത് ഇവിടെ വെച്ച് എന്തെങ്കിലും ഒന്ന് ടാഗ് ചെയ്ത് വെക്കണം, കാരണം ടാഗ് ചെയ്താലേ ഇരിക്കത്തുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. പ്രോപ്പർലി വർക്കിംഗ് ആണ്, കാണാമല്ലോ. ഓക്കെ. അപ്പോൾ ഇപ്പുറത്ത് സാധനം മറന്നു. സാധനം ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.